സംസ്ഥാനങ്ങൾക്ക് മുഷാവറ അംഗത്വം വാഗ്ദാനം ചെയ്ത് സമസ്ത. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയോ അബ്ബാസ് അലി തങ്ങളെയോ മുഷാവറയിൽ ക്ഷണിതാവാക്കാമെന്നാണ് സമസ്തയുടെ വാഗ്ദാനം. പാണക്കാട് കുടുംബം സ്വീകരിച്ചിട്ടില്ല. മറ്റു ഉപാധികൾ അംഗീകരിക്കാതെ മുഷാവറ പ്രവേശനം വേണ്ട എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിലപാട്. PS രഞ്ജിത്ത് ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി രഞ്ജിത്ത്, ഒരു അനുനയം എന്ന നിലയ്ക്കാണോ പാണക്കാട് ഒരു കുടുംബാംഗത്തിന് മുഷാവറ അംഗത്വം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സമസ്ത? എന്നാൽ ഇത് എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് എന്നാണ് വിശദമാക്കുന്നത്. വിനിത, സമസ്ത ലീഗ് തർക്കത്തിൽ സമവായത്തിനുള്ള നീക്കം, സമവായത്തിനുള്ള ശ്രമങ്ങൾ വളരെ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട സമ്മേളനവും യാത്രയൊക്കെ വരുന്നു. മറ്റൊന്ന്, ലീഗിനെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. രണ്ട് കൂട്ടർക്കും ഇതിലൊരു സമവായത്തിൽ എത്തണമെന്നുണ്ട്. പക്ഷേ ഈ സമവായ സാധ്യതകൾ പലപ്പോഴും മങ്ങുന്നതായാണ് കാണുന്നത്. സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ CIC വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുക, സമസ്തയ്ക്ക് കീഴിലേക്ക് CICയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ ഒരു ഒത്തുതീർപ്പ് എത്തുന്നില്ല. ലീഗ് അനുകൂലികളെ അനുനയിപ്പിക്കാനുള്ള മറ്റൊരു ഉപാധിയായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് പാണക്കാട് കുടുംബത്തിൽ ഒരാൾക്ക് സമസ്ത മുഷാവറയിൽ അംഗത്വം കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ അബ്ബാസ് അലി തങ്ങളെയോ സാദിഖ് അലി തങ്ങളെയോ മുഷാവറയിൽ ക്ഷണിതാവാക്കാം എന്നൊരു ഉപാധി ഉണ്ടായിരുന്നു. ആ ഉപാധി സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരിൽ ഒരാളെ, അബ്ബാസ് അലി തങ്ങളെയോ സാദിഖ് അലി തങ്ങളെയോ മുഷാവറയിൽ ക്ഷണിതാവാക്കാനുള്ള ഉപാധി അംഗീകരിക്കാം എന്ന് ലീഗ് വിരുദ്ധ വിഭാഗം മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ആ ഒരു ഉപാധി ഇപ്പോൾ പാണക്കാട് കുടുംബം അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ മുഷാവറ അംഗത്വമല്ല പ്രധാനപ്പെട്ട ഉപാധി. അതിനു മുന്നേ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുക, അതുപോലെ സമസ്തയുടെ പോഷക സംഘടനകളിലൊക്കെ കൂടുതൽ പ്രാതിനിധ്യം ലീഗ് അനുഭാവികൾക്ക് കൊടുക്കുക, സുന്നി മഹല്ല് ഫെഡറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക്, സമസ്തയുടെ മദ്രസ ബോർഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ലീഗ് അനുകൂലികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ച ശേഷം മതി മുഷാവറ അംഗത്വം എന്നുള്ളതാണ്. അതായത് ഈ സമവായ നീക്കത്തിനുള്ള ഓരോന്നോരോന്നായി അടയുന്നു എന്നുള്ളതാണ്. നേരത്തെ ഉമർ ഫൈസി മുക്കമൊക്കെ റിപ്പോർട്ടർ TVയോട് പറഞ്ഞത് ഞങ്ങൾ ലീഗാണ്, ലീഗുമായി ഒത്തുചേർന്ന് പോകാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ ലീഗുമായി ഒത്തുചേർന്ന് പോകാൻ തയ്യാറാകുമ്പോഴും ലീഗ് മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പാണക്കാട് കുടുംബത്തിൻ്റെയും ലീഗ് അനുകൂലികളും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ലീഗ് അനുകൂലികൾ മുന്നോട്ട് വെക്കുന്ന ഉപാധി അത് പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറാവാത്ത വിഷയം വരുന്നു. മറ്റൊന്ന്, ലീഗ് വിരുദ്ധ പക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ CICയിൽ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നോട്ട് വെക്കുമ്പോൾ അതും പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ സമവായത്തിനുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും സമവായത്തിനുള്ള ഉപാധികളൊന്നും ഒരു പക്ഷവും അംഗീകരിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് സമസ്ത ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.